ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. നേരത്തെ സർവൈവലിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പണിപ്പുര ടാസ്ക് എങ്കിൽ ഇപ്പോൾ അത് വൈൽഡ് കാർഡ്സിനെയും ഹൗസിലുള്ള ബാക്കിയുള്ളവരെയും തമ്മിലടിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തവണ ഒരാൾക്ക് പുറകെ ഒരാൾ എന്ന രീതിയിൽ എല്ലാവരും ഹൗസിനകത്ത് കയറി അവരവരുടെ സാധനങ്ങൾ മാത്രം എടുത്ത് 20 സെക്കൻഡിനുള്ളിൽ എല്ലാവരും പുറത്തിറങ്ങുക എന്നതാണ് ടാസ്ക് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ പ്രവീൺ എടുത്തത് ലക്ഷ്മിയുടെ ഐറ്റായിരുന്നു. അതുപോലെ ലക്ഷ്മി കറക്റ്റ് സമയത്തിനുള്ളിൽ പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ സാധാരണ ബിഗ് ബോസ് ചെയ്യാറുള്ള പോലെ ഇതും ക്യാപ്റ്റന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തു. ക്യാപ്റ്റനായ നെവിൻ കണ്ടത് ലക്ഷ്മി കറക്റ്റ് സമയത്തിനുള്ളിൽ പുറത്തിറങ്ങിയെന്നാണ്. അതുകൊണ്ട് തന്നെ ടാസ്ക് വൈൽഡ് കാർഡ്സ് വിജയിച്ചു. അതോടുകൂടി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ പണി കിട്ടുമെന്ന് ഉറപ്പായി. ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലിവിംഗ് റൂമിൽ വെച്ച് ഷാനവാസും മസ്താനിയും തമ്മിൽ വഴക്കായി. ഷാനവാസിനെ പോടോന്ന് വിളിച്ചത് ഷാനവാസിന് ട്രിഗറായി. പതിവ് പോലെ വീട്ടിൽ ചെന്ന് അച്ഛനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് പോടാ വിളിയും വീട്ടിൽ ചെന്ന് അച്ഛനെ വിളിച്ചാൽ മതി എന്നുള്ള പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രാവശ്യം നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് മസ്താനി പോയ ഏതായാലും ബിഗ് ബോസിനോട് അച്ഛനെ വിളിച്ചതിനെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സ്മോൾ പണി തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നു. വൈൽഡ് കാർഡ്സ് ലോട്ടെടുത്തു. പണി കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്തത് ഒനീലിനെയാണ്. കൂടാതെ ചേരുംപടി ചേർക്കലിലൂടെ ഒനീലിന് കൂട്ടായിട്ട് ജിസയിലും വന്നിട്ടുണ്ട്. ഷാനവാസിന് ഒനീലും അനുമോളെ ജിസയിലും ലൈവായിട്ട് അനുകരിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഷാനവാസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒനീലിന് വലിയ കുഴപ്പമില്ല. ഒനീൽ അവിടെ ഇരുന്ന് ഷാനവാസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ആ ഒരു ആക്ടിവിറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ജിസയിലും അതിനനുസരിച്ച് ആക്റ്റീവായിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് ഇതുവരെ ലൈവിൽ കണ്ടത്. അനുകരിച്ച് ഇവർ തമ്മിൽ അടിയാവുമെന്നൊന്നും അറിയില്ല. ഇതിനിടെ കൂടെ അനുമോളുടെ പുറത്തെ കാര്യങ്ങളൊന്നും ശൈത്യ പറഞ്ഞിട്ടില്ല എന്ന് ആര്യനെ വിളിച്ച് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയോ വേറെ പുറത്തെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ശൈത്യ ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയത്. ആര്യൻ ഇത് പുറത്തുനിന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. ആർക്കാണെന്നൊന്നും അറിയാൻ പാടില്ലാത്തത് എന്ന മട്ടിലാണ് ആര്യൻ അതിനൊരു റിപ്ലൈ കൊടുത്തത്. ഏതായാലും ഒനീലിന്റെ ജിസേലിന്റെ ടാസ്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വീക്കിലി ടാസ്കിന്റെ ബാക്കി ഉണ്ടാവുക. അതെന്തായാലും അടിയിടി ഉറപ്പാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്